ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ ഡിഗ്രിയുടെ 3 ഫേസ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഡിഗ്രിയുടെ തേർഡ് ഫേസ് ആയിരുന്നു ഇന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിഗ്രിയുടെ തേർഡ് ഫേസിലെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഒബ്സർവേഷനും പേപ്പർ ഓവറോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്ന ഫേസ് 1 ഫേസ് 2 സമാനമായിട്ടുള്ള ഒരു ടഫ്നെസ് ലെവൽ തന്നെ ഈ ഒരു പേപ്പറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് PSC ശ്രമിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഇപ്പോൾ 2025-ലും 2024 ഉണ്ടായ പോലെ 2 ഫേസുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ഇല്ലാത്ത രൂപത്തിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് ഫേസിലേക്ക് വരുന്ന സമയത്ത് മുൻകഴിഞ്ഞ 2 ഫേസുകളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും തേർഡ് ഫേസിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് എന്നുള്ളത് ഓൾറെഡി മനസ്സിലാക്കി പോയത് കൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ ഒരു എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കും. അത് കാരണം ചിലപ്പോൾ മാർക്കിൽ ചില വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് ഫേസിൻ്റെ കട്ട് ഓഫ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് മാർക്ക് ലെവൽ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. നമ്മുടെ KS റാങ്കർ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇന്നൊരു പോൾ ഇടുന്നുണ്ടായിരിക്കും. ആൻസർ കീ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഗ്രി തേർഡ് ഫേസ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള മാർക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ പോൾ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ഡിഗ്രി ഫേസ് 1 ഫേസ് 2 കമ്പയർ ചെയ്തതുപോലെ ഫേസ് 3 കമ്പയർ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ, അതായത് നമുക്ക് സാമ്പിൾ സ്പേസ് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിൽ മാത്രമാണ് മാർക്ക് ഏത് റേഞ്ചിലേക്ക് മാറും എന്നുള്ളത് കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഫേസ് 1ഉം ഫേസ് 2ഉം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് 3 കൂടെ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഏത് ഫേസിലേക്ക് എങ്ങനെയായിരിക്കും മാർക്കിൻ്റെ ഒരു കട്ട് ഓഫ് വേരിയേഷൻസ് വരുന്നത് എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് ബ്ലൈൻഡ് ആയിട്ട് ഇത്രയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കൊരു ഡാറ്റ വേണമല്ലോ. ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കൊരു കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പിൽ KS റാങ്ക് ഒന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക. ജസ്റ്റ് അതിലൊന്ന് പോൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഡിഗ്രിയുടെ തേർഡ് ഫേസ് എക്സാം എഴുതിയവരാണെങ്കിൽ ഒന്ന് പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ മാർക്കിൻ്റെ ഡാറ്റ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ആൻസേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചോദ്യം ക്യാൻസൽ ആവാനാണ് സാധ്യത. കാരണം ഇതിന് ആസ് സച്ച് ഒരു ആൻസർ ഇതിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ പ്രിലിംസ് എക്സാമിനേഷന് മുൻപ് ഒരു PYQ ബാച്ച് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. PYQൻ്റെ റിവിഷൻ ബാച്ച് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചോദ്യം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ബിൽഡ് ഇൻ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ബിൽഡ് ഇൻ സ്റ്റെബിലൈസർ എന്ന് പറയുന്നതും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതിൽ എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നില്ല, ആൻസർ വരുന്നില്ല. ഞാൻ ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് പറയാം, എന്നാലും നിങ്ങൾക്ക് എന്തുകൊണ്ട് ആൻസർ വരുന്നില്ല എന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ബിൽഡ് ഇൻ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫിസിക്കൽ മെഷേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എക്കണോമിക് സൈക്കിൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെയാണ് സാധാരണയായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ബിൽഡ് ഇൻ സ്റ്റെബിലൈസർ എന്ന് പറയാറ്. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലും ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം, അവിടെ ഇൻ്റർവെൻ ചെയ്യണം. ഇനി അല്ലാത്തൊരു കേസ് ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോഗ്രസീവ് ടാക്സേഷൻ സിസ്റ്റം. അപ്പോൾ ഈ ടാക്സേഷൻ സിസ്റ്റം പ്രോഗ്രസീവ് ആണെങ്കിൽ ഗവൺമെൻറ് അത് ഒരു തവണ വെച്ചാൽ മതി. അപ്പോൾ ഈ എക്കണോമി ബൂം ആകുന്ന സമയത്തോ എക്കണോമിക് റെസഷനിൽ പോകുന്ന സമയത്തോ ഗവൺമെൻറ് മാറ്റം വരുത്തേണ്ട, ഓട്ടോമാറ്റിക്കലി ഈ പ്രോഗ്രസീവ് ടാക്സേഷൻ സിസ്റ്റം എക്കണോമിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. ഡീറ്റെയിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതുകൊണ്ട് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാറ്റം വരുത്തും. അതുപോലെയല്ല ഇവിടെ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണം. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് ഒന്നും തന്നെ ഈ പറയുന്ന ബിൽഡ് ഇൻ സ്റ്റെബിലൈസേഴ്സിൻ്റെ ഭാഗമായിട്ട് ആസ് സച്ച് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആൻസർ എടുത്തിട്ട് ChatGPTയിലോ ജെമിനിയിലോ കൊടുക്കുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കാണിക്കുന്നുണ്ടായിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇവിടെ വരാത്തത് കൊണ്ടാണ്. സോ 99.9% ഈ ഒരു ആൻസർ ക്യാൻസൽ ആവാനാണ് സാധ്യത എന്ന് പറയുന്നത്. എക്സാക്റ്റ് ഒരു ആൻസർ ഇല്ല, കോൺട്രവേഴ്ഷ്യലാണ്, ചാലഞ്ച് ചെയ്ത് പോകാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സാധ്യതയുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ GDP, നമ്മൾ എക്കണോമിക്സ് തുടങ്ങുന്ന ക്ലാസ്സിൽ തന്നെ GDPയിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയൊരു കൺസെപ്റ്റ് ആയിരുന്നു GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ GDP ഡിഫ്ലേറ്ററുടെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോമിനൽ GDP ടു റിയൽ GDP ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എനിക്കൊന്ന് 2 ഓപ്ഷൻസ് ഞാൻ എടുത്ത സമയത്ത് സിമിലർ ആയിട്ട് വരുന്നുണ്ട്, എന്നാലും നോമിനൽ GDP ടു റിയൽ GDP ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നോമിനൽ GDP ടു റിയൽ GDP ആണ് ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് 1 ഫേസ് 2 എക്സാമിനേഷൻ നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. സിവിക്സിൽ ഇതുവരെ അങ്ങനെ ടച്ച് ചെയ്യാത്ത ചില ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അതിലൊന്നായിരുന്നു ലേബർ എന്ന് പറയുന്നത്. ലേബറുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ സിമ്പിളായിട്ട് ടു ദ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എയിം ടു പ്രൊമോട്ട് വേജ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ
ജോലിക്ക് കൂലി നൽകുന്ന ഗവൺമെൻറ്റിൻ്റെ സ്കീം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. ഇനി ഇവിടെ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇനി അങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പാറ്റേൺ ശരിയാണോ നോക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് ആൻസർ ആയിട്ട് വരുന്നത് വളരെയധികം കൂടുതലാണ്. നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഏറ്റവും വലിയ ഓപ്ഷൻ ഏതാണോ അത് ആൻസർ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഏറ്റവും വലിയ ഓപ്ഷൻ ഇതാണ്. ഏറ്റവും വലിയ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ഇനി നിങ്ങൾ ബാക്കിയുള്ളതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ബാക്കിയുള്ളതും ചെക്ക് ചെയ്ത് നോക്കുക ഏറ്റവും വലിയ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നുണ്ടോ. അപ്പോൾ മൂന്നാമത്തതിൻ്റെ കേസിൽ വരുന്നത് ഈ പറയുന്ന മഹാത്മാഗാന്ധി, നമ്മുടെ VBG റാംജി. സത്യം പറഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയാൻ പറ്റില്ല. VBG റാംജിയാണ് ഇപ്പോഴത്തെ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അതൊരു ചാലഞ്ച് ആയിട്ട് പോകുന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ബട്ട് ഇതിൻ്റെ ആൻസർ കറക്റ്റ് തന്നെയാണ്. ചാലഞ്ച് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഈ ചോദ്യത്തിലേക്ക് വരുന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിലബസിൽ ആസ് സച്ച് വരുന്നതല്ല. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പ്രിലിംസിൻ്റെ സിലബസിലേക്ക് വരുന്നില്ല. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടെ മെയിൻസിൻ്റെ സിലബസിലേക്കാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രിലിംസ് മെയിൻസ് ഓവർലാപ്പ് ചെയ്യുന്ന രൂപത്തിൽ പ്രിലിംസിലെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. തൊട്ട് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഓപ്ഷൻ ഏതാണോ അതാണ് ആൻസർ. ഇവിടെ എന്താണ് ഏറ്റവും വലിയ ഓപ്ഷൻ ഇതാണ്. ബാക്കിയുള്ളതൊക്കെ 1 ഇയറിൽ താഴെയാണ് മെച്യൂരിറ്റി വരുന്നത്. 1 ഇയർ താഴെ വരുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ അതിനെ മോണിറ്ററി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കറണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ക്യാപിറ്റലായിട്ട് വരുന്നത് 1 ഇയറിൽ കൂടുതൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാറുണ്ട് വരുന്നതിനാണ് നമ്മൾ ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 10 ഇയർ മെച്യൂരിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഒരു ലോങ് ടേം ഇൻസ്ട്രുമെൻറ്റ്സിനാണ് ജനറലി നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്ത കേസിലേക്ക് വരുന്ന സമയത്ത് 5ാമത്തെ ചോദ്യം പാർലമെൻ്ററി കമ്മിറ്റിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, പാർലമെൻ്ററി കമ്മിറ്റി അതിൻ്റെ ഒരു അപ്ലിക്കാലിറ്റിയെ കുറിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് വൈ പാർലമെൻ്ററി കമ്മിറ്റി ആർ കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൺട്രോൾ ഓവർ ദി എക്സിക്യൂട്ടീവ്. ലെജിസ്ലേച്ചറിനെ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെഷറാണ് പാർലമെൻ്ററി കമ്മിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യാൻ കാരണം എന്താണ്? വീണ്ടും ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറയാണ്. ഏറ്റവും വലിയ ഓപ്ഷൻ ഏതാണോ അതാണ് ആൻസർ. ഏറ്റവും വലിയ ഓപ്ഷൻ ഇതാണ്, അതാണ് ആൻസർ. ഓക്കെ, ദ ഇനാബിൾ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ്. എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് അല്ലേ. ലെജിസ്ലേറ്റീവ് കൺട്രോൾ ഓവർ ദി എക്സിക്യൂട്ടീവ് തന്നിരിക്കുന്നതോ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ. അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട് എക്സാമിൻ ചെയ്യുന്നുണ്ട്. എക്സാമിൻ ചെയ്യുന്ന സമയത്താണ് അവിടെ കൺട്രോൾ വരുന്നത്. വായിച്ച് നോക്കിയാൽ തന്നെ വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. അതല്ലെങ്കിൽ പാർലമെൻറ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് സാമാന്യ ധാരണയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് ബിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത് 6ാമത്തെ ചോദ്യം നോക്കുക. ഓക്കെ, 6ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ബ്യൂറോക്രസി എന്ന് പറയുന്ന സിവിക്സിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ദ കൺസെപ്റ്റ് ഓഫ് ദി ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ പ്രൈമറിലി റെഫേഴ്സ് ടു. ഒരു ജനറലിസ്റ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ആരാണ് എന്നതാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ഏറ്റവും വലിയ ഓപ്ഷൻ ഇതാണ്, അത് തന്നെയാണ് ആൻസർ. ഏറ്റവും വലിയ ഓപ്ഷൻ ഏതാണോ അത് തന്നെയാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രത്യേകത നമ്മൾ ജനറലി ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഓഡ് വൺ ഔട്ട്. ഓക്കെ, ഓഡ് വൺ ഔട്ട്. നമ്മൾ ഫേസ് 1ൻ്റെയും ഫേസ് 2ൻ്റെയും പേപ്പർ അനലൈസ് ചെയ്ത സമയത്തും ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൻസർ ആയിട്ട് വരണം. അതുകൊണ്ടാണ് എക്സാമിനർ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് തന്നെ ആൻസർ ആയിട്ട് വരും. ഇതിനെയാണ് നമ്മൾ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ 2 പേപ്പറിൻ്റെ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഓപ്ഷൻ ഇതാണ്. ജനറലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ തരത്തിലേക്കും എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിനെയാണ് നമ്മൾ ജനറലിസ്റ്റ് എന്ന് പറയുന്നത്. അയാൾ ടെക്നോക്രാറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അയാൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് ഹ്യൂമൻ റിലേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇമോഷണൽ സ്കിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഓവറോൾ മാനേജ്മെൻറ്റ്, ബിസിനസ് സ്കില്ലുകൾ, ഇങ്ങനെ എല്ലാ സ്കില്ലുകളും കൂടെ ടെക്നോളജിക്കൽ സ്കില്ല് എല്ലാം കൂടി വരുന്ന ഒരാളെയാണ് നമ്മൾ ജനറലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? എല്ലാ സ്കില്ലും കൂടെ വരുന്ന ഒരാളെയാണ് നമ്മൾ ജനറലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിച്ച് പ്രിൻസിപ്പിൾ ബെസ്റ്റ് ജസ്റ്റിഫൈസ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ലോക്പാൽ ആൻഡ് ലോകായുക്ത. ലോക്പാലും ലോകായുക്തയും എസ്റ്റാബ്ലിഷ് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് പിന്നിലുള്ള കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ജനറലായിട്ട് വളരെ പെട്ടെന്ന് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ആൻസറാണ്. ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റിയാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, ലോക്പാൽ എന്ന് പറയുന്നത് ഒരു ആൻറ്റി കറപ്ഷൻ ഏജൻസിയാണ്. അഴിമതി അന്വേഷിക്കുന്നതാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അക്കൗണ്ടബിലിറ്റിയാണ്. അതുകൊണ്ട് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
ഇതിനടുത്തത് വൈ ആർ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് കൺസിഡേർഡ് എസെൻഷ്യൽ ഫോർ ദി ഡെമോക്രാറ്റിക് ഫംഗ്ഷൻ. ഡെമോക്രാറ്റിക് ഫംഗ്ഷൻസിന് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്? അപ്പോൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ റോൾ ഓഫ് ദി പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞാനിത് നമ്മുടെ റിവിഷൻ ക്ലാസ്സിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ പാർട്ടി എലക്ഷൻ ഡെഫിനറ്റ് ആയിട്ടും ചോദ്യം വരും. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ മതി. നമ്മൾ അവസാനം ഫേസ് 1 തൊട്ട് മുമ്പ് നമ്മൾ നടത്തിയിട്ടുള്ള റിവിഷനിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ നന്നായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കാരണം അങ്ങനെ ഒരു ചോദ്യം വരും, ഏതെങ്കിലും ഒരു ഫേസിൽ വരും എന്നുള്ളത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരും എന്നുള്ളത്, അവരുടെ ഡെമോക്രാറ്റിക് ഫംഗ്ഷനിലെ റോൾ എന്താണ് എന്നുള്ള ചോദ്യം വരും എന്നുള്ളത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഏറ്റവും വലിയ ഓപ്ഷൻ എന്താണോ അതാണ് ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, ദേ അഗ്രഗേറ്റ് ആൻഡ് ആർട്ടിക്കുലേറ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. സോ ഏറ്റവും വലിയ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നു. ഓക്കെ, ഏറ്റവും വലിയ ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കുക, അത് വളരെ ഡയറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. യൂണിവേഴ്സൽ എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉണ്ട്. യൂണിവേഴ്സൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? എല്ലാവർക്കും എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, എല്ലാവർക്കും, ഓൾ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് യൂണിവേഴ്സൽ എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആയിട്ട് വരണം, എല്ലാവർക്കും അത് ലഭിക്കുന്ന ഒന്നായിട്ട് വരണം. അപ്പോഴേ നമുക്കതിനെ യൂണിവേഴ്സൽ എന്ന് പറയാൻ പറ്റും. അതാണ് പറയുന്നത് അപ്ലൈ ഈക്വൽ ടു ഓൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ ഓപ്ഷൻ്റെ ലെങ്ത്ത് നോക്കണമെന്നില്ല. ഓക്കെ, കാരണം ഇതൊക്കെ ജനറൽ ആയിട്ട് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിൻ്റെ കേസിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ലെങ്ത്ത് നോക്കിയാൽ മതി എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ചോദ്യം നോക്കുക. നമ്മൾ 10 ചോദ്യം എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 10ാമത്തെ ചോദ്യം നോക്കുക. പൊയ്കയിൽ കുമാരഗുരുദേവൻ, ഓക്കെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പം പൊയ്കയിൽ കുമാരഗുരുദേവൻ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഹിന്ദു ആൻഡ് ക്രിസ്ത്യൻ റിലീജിയൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഓപ്ഷൻ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കുക, 10 ചോദ്യം ചെയ്ത സമയത്ത് എത്ര ചോദ്യത്തിന് ഈ പറയുന്ന വലിയ ഓപ്ഷൻ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, then അത് കഴിഞ്ഞ് വരുന്നതാണ് 11ാമത്തേത്. 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 1 ബെൽറ്റ് 1 റോഡ് ഇനീഷ്യേറ്റീവ് ഓഫ് ദി ചൈന. ചൈനയുടെ 1 ബെൽറ്റ് 1 റോഡ് ഇനീഷ്യേറ്റീവ് വരുന്നുണ്ട്. ഈ പറയുന്ന ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് രാജ്യങ്ങളെ പരസ്പരം ത്രൂ റോഡ് കണക്ട് ചെയ്യുക. റോഡ് മാത്രമല്ല, അതിൽ ഈ പറയുന്ന പോലെ തന്നെ ഓഷ്യൻ, അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് 1 റോഡ് 1 ബെൽറ്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇതിനെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് BRI എന്നും പറയാറുണ്ട്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്നും പറയാറുണ്ട്. അപ്പോൾ ചൈനയുടെ ഈ ഒരു പോളിസിയെക്കുറിച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ചൈനയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് 1 ബെൽറ്റ് 1 റോഡ് എന്ന് പറയുന്നത്. ആ ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ അടുത്തതും ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 2013 ഈ ഒരു മൂവ്മെൻറ്റ് ശക്തമാകുന്നത്. അന്നുണ്ടായിരുന്ന 2G സ്കാമുകൾ, കോമൺവെൽത്ത് സ്കാം, ഇങ്ങനെയുള്ള ഒരുപാട് സ്കാമുകൾ തുടർന്നുകൊണ്ട് ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് ശക്തമാകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളൊക്കെ മുന്നോട്ടേക്ക് വരുന്നത്. ഇതൊക്കെ നമ്മൾ കറപ്ഷൻ്റെ കേസ് പറയുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്പാൽ ലോകായുക്തയുടെ ക്ലാസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് ഞാൻ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതും യൂട്യൂബിലുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി. ആ എക്സാക്റ്റ് ലോക്പാൽ ലോകായുക്ത എടുക്കുന്ന സമയത്ത് ഞാൻ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് പറയുന്നുണ്ട്. ഇനി ഇതേ പേപ്പറിൽ തന്നെ ലോക്പാൽ ലോകായുക്തയെക്കുറിച്ചിട്ട് ഓൾറെഡി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസിയാണ്. സിമിലർ ആയിട്ട് എന്ത് വരുന്നുണ്ട്? ഇതും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് ലോക്പാൽ ലോകായുക്ത ഉണ്ടാക്കി, അതിനുശേഷം വീണ്ടും 2019 വരെ അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല. ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ജനറൽ ആയിട്ടുള്ളൊരു ഹിസ്റ്ററി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മയുള്ള ആൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ്, അരവിന്ദ് കെജ്രിവാൾ ഇവരൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ന് ധാരണയുള്ള ആർക്കും വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് എത്താം. ആൻറ്റി കറപ്ഷനാണ് അല്ലെങ്കിൽ ആൻറ്റി ഗ്രാഫ്റ്റ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതിനടുത്തത് 13ാമത്തെ ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, 13ാമത്തെ ചോദ്യം വരുന്നുണ്ട്. 11th ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം നിലവിൽ വന്നതാണ് 11th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 11th ഷെഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇത് നോക്കുക, ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ നമുക്ക് ഈ ഒരു ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്യുക്ക് റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. 28ഓളം കാര്യങ്ങൾ വരുന്നതിൽ ഏതെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് ബിൽഡിംഗ് മെക്കാനിസം ഒക്കെ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഈ പറയുന്ന എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെയും ആൻസർ ആയിട്ട് വരുന്നത്. സോ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ദെൻ 14ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ, 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നതും ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്.
അപ്പം ഗോൾഡൻ ക്രസൻറ്റ്, ഗോൾഡൻ ട്രയാങ്കിൾ ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ തൊട്ടുമുമ്പ് നടന്ന ലൈവിലും ഇപ്പോഴും ഞാനത് ആവർത്തിക്കുകയാണ്. അതായത് നിങ്ങൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, അവിടെ ഡ്രഗ്സ് കാർട്ടലിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഈ പറയുന്ന ഗോൾഡൻ ക്രസൻറ്റ്, ഗോൾഡൻ ട്രയാങ്കിൾസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അഫ്ഗാൻ സെൻട്രിക് ആയിട്ട് വരുന്ന ഗോൾഡൻ ക്രസൻറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യൻ സെൻട്രിക് ആയിട്ട് വരുന്ന ഗോൾഡൻ ട്രയാങ്കിളിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി അതും അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രശാന്ത് നീലിൻ്റെ ഡ്രാഗൺ എന്ന് പറയുന്ന ജൂനിയർ NTR അഭിനയിക്കുന്ന സിനിമയിൽ അവിടെയും ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ജനറേറ്റർ ആയിട്ടുള്ള ഒരു ഗ്ലിംസ് ട്രെയിലർ ജൂനിയർ NTRൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് അങ്ങോട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആ സിനിമയുടെ ട്രെയിലർ കണ്ട ആൾക്കാർക്കും ഈ പറയുന്ന ഒപ്പിയം പ്രൊഡക്ഷൻ ആൻസർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഗോൾഡൻ ക്രിസൻറ്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒപ്പിയം പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ ഒരു ട്രെയിലർ ഒന്ന് കണ്ടു നോക്കൂ, രസമാണ്. ഓക്കെ, ദെൻ അടുത്തത് 16ാമത്തെ ചോദ്യം. നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം രചിക്കപ്പെട്ടത് ആരുടെ പേരിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോറി, 15ാമത്തെ ചോദ്യം ഉണ്ടല്ലേ. 15ാമത്തെ ചോദ്യം വരുന്നുണ്ട്, തളിയിൽ ദാനം എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ തളിയിൽ ദാനം എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ട്, രേവതി പട്ടദാനമാണ്. തളിയിൽ ദാനം എന്ന് പറയുന്നത് രേവതി പട്ടദാനമാണ്. നമ്മുടെ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് പണ്ട് സാമൂതിരി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ പറയുന്ന രേവതി പട്ടദാനം എന്ന് പറയുന്നത്. അതായത് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെ വിളിച്ച് ആദരിച്ച് അവർക്ക് ഈ പറയുന്ന രൂപത്തിലേക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന, ദാനം കൊടുക്കുന്ന, അതിനെയാണ് നമ്മൾ തളിയിൽ ദാനം, രേവതി പട്ടദാനം എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത്, നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം രചിക്കപ്പെട്ടത് ആരുടെ പേരിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ബയോഗ്രഫി രചിക്കപ്പെട്ടത് ആരുടെ പേരിലാണ് എന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ഇപ്പം മെയിൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, നമ്മുടെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട മെയിൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു പോർഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ പ്രതിമകളൊക്കെ നിർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തി, ഏറ്റവും കൂടുതൽ സമുന്നതനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സർവ്വസ്വീകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എംകോ സാനോ അടക്കമുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര കൃതികളൊക്കെ നമ്മൾ ആ സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്തിട്ട് കുത്താൻ പറ്റുന്നതാണ്. ശ്രീനാരായണ ഗുരു ജനറലി നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അംഗീകരിക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതും ശ്രീനാരായണ ഗുരു തന്നെയാണ്. സോ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ബയോഗ്രഫി അല്ലെങ്കിൽ ജീവചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി 17ാമത്തെ ചോദ്യം വരിക, ഒറ്റയടിക്ക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് തോന്നും. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചോദ്യം ഇതാണ്, കൺസെപ്ച്വലൈസേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് ദി ഒളിമ്പിക് ഫ്ലാഗ് representing the ideals and unity of the modern Olympic movement. Okay, modern Olympic movement were undertaken under the guidance of which prominent figure? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഏറ്റവും വലിയ ഓപ്ഷൻ ഏതാണോ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ നോക്കുക, എന്തുകൊണ്ട് ഈ വലിയ ഓപ്ഷൻ എക്സാമിനർക്ക് ഉൾപ്പെടുത്തേണ്ടി വന്നു? കാരണം അതാണ് ആൻസർ. അതില്ലാതെ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഓഡ് 1 ഔട്ട്, മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഏതാണോ അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓഡ് 1 ഔട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ അറിയില്ലെങ്കിൽ പോലും ഇത് കുത്തിയിട്ടുണ്ടായുള്ള ആൾക്കാർക്ക് അത് ശരിയായിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് ഇസ് ദുലീപ് ട്രോഫി അല്ലെങ്കിൽ ദുലീപ് ട്രോഫി ഇസ് അസോസിയേറ്റഡ് വിത്ത്? ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു ചോദ്യം, ഓക്കെ, ഹാൾ ഓഫ് ഫെയിമുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം മുൻ ഫേസ് എക്സാമിനേഷനിലുണ്ടായിരുന്നു. സിമിലർ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അത് നോക്കി പോയിട്ടുള്ള ആളുകൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമിലർ പാറ്റേണിൽ വന്ന ചോദ്യമായതുകൊണ്ട് ഇതിൻ്റെയും ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ക്രിക്കറ്റാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ അടുത്തത് 19ാമത്തെ ചോദ്യം വരുന്നുണ്ട്, സ്പോർട്സിൽ നിന്നാണ്, പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് സ്പോർട്സിൽ നിന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസറിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ഈ പറയുന്ന 3ാമത്തെ കേസ് നിങ്ങൾ നോക്കുക. ദ ഏഷ്യ കപ്പ് ഇസ് എ മേജർ ടൂർണമെൻറ്റ് കണ്ടക്റ്റഡ് ബൈ ദി ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ. ഏഷ്യ കപ്പ് ഇസ് എ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് ഇൻ ദി പ്രൊഫഷണൽ ഗോൾഫ്. അപ്പോൾ ഈ ഗോൾഫിൻ്റെ കേസിലേക്ക് ഇതുപോലുള്ള ഒരു ഏഷ്യ കപ്പൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ക്രിക്കറ്റിൻ്റെ കേസിലൊക്കെ 2 വർഷത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഷ്യ കപ്പ് വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഗോൾഫിൻ്റെ കേസിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഒബ്വിയസ്ലി 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ബി ആണ്. ഓക്കെ, ബി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് 20ാമത്തെ ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഫേസ് 1ലും ഫേസ് 2ലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഡെപ്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തന്നെയായിരുന്നു ഫേസ് 2ലൊക്കെ ചോദ്യങ്ങൾ വന്നത്. സിമിലർ ആയിട്ട് തന്നെയാണ് ഇവിടെയും ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ചോദ്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ഓക്കെ, ഞാൻ ജസ്റ്റ് ആൻസർ പറഞ്ഞു പോകണം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ്, 1, 2, 3 ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം പറയാം. ഓക്കെ,
സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്തത് ജ്ഞാന നിക്ഷേപത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം വരുന്നത്. 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജ്ഞാന നിക്ഷേപത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഈ ജ്ഞാന നിക്ഷേപത്തിൻ്റെ കേസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, ഹിസ്റ്റോറിക്കൽ റിസർച്ച് കൺഫേം ദാറ്റ് ദ പബ്ലിക്കേഷൻ വാസ് സ്റ്റാർട്ടഡ് അണ്ടർ ദി എഡിറ്റോറിയൽഷിപ്പ് ഓഫ് ദി ബെഞ്ചമിൻ ബെയ്ലി. അത് തെറ്റാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ലാത്തത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സിയിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് 22ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണ്. 22ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് അല്ലാത്ത ചോദ്യങ്ങളുടെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെങ്തി ആയിട്ടുള്ള കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് എലിമിനേഷനാണ് കുറച്ചുകൂടെ വർക്കാവുന്നത്. ഇനി ശ്രീബുദ്ധ ചരിത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഇസ് മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് ദി സർ എഡ്വിക് അർണോൾഡ്സ് ഫേമസ് വർക്ക് ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ രണ്ടാമത്തെ ചോദ്യം വരുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ദ വർക്ക് വാസ് കമ്പോസ്ഡ് യൂസിങ് കിളിപ്പാട്ട് സ്റ്റൈൽ ആൻഡ് വാസ് പബ്ലിഷ്ഡ് ബൈ ദി ശാരദ ബുക്ക് ഡിപ്പാർട്ട്, അല്ലെങ്കിൽ 1915. Then അടുത്തത് the translation was primarily commissioned by the royal family of Travancore to promote Buddhist philosophy in Kerala. Buddhist philosophy in Kerala. അപ്പോൾ ഈ പറയുന്ന ശ്രീബുദ്ധ ചരിതം ഉണ്ടെങ്കിൽ പോലും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ പറയുന്ന ട്രാവങ്കൂർ റോയൽ ഫാമിലി അവർ ജനറലി എന്ത് ചെയ്യുന്നുണ്ട്, പത്മനാഭദാസന്മാർ എന്ന് അറിയപ്പെടുന്നവരാണ്, പത്മനാഭദാസന്മാരാണ്. അപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ ബുദ്ധിസ്റ്റ് ഫിലോസഫി പ്രൊമോട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിൽ ഡെഫിനറ്റ്ലി അവർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. വർഷവും നോക്കുക 1915 1915 കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലോജിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എലിമിനേഷനിൽ എ ബി എന്നതിലേക്ക് എത്താം. അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. സോ അങ്ങനെ എലിമിനേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത്, നിങ്ങളുടെ ഒരു ധാരണയുടെ പുറത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ 23ാമത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൽ ആദ്യം വരുന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വരുന്ന വില്ലുവണ്ടി സമരമാണ്. സോ 4 ആദ്യം വരേണ്ടത്. ആ ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിന് സമാനമായിട്ടുള്ളൊരു ചോദ്യം ഫേസ് 1ലോ ഫേസ് 2ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് തന്നിരിക്കുന്ന സോഷ്യൽ റീഫോമേഴ്സിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സോഷ്യൽ റീഫോമേഴ്സിൻ്റെ കാലഘട്ടത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവർ 1893 കാലഘട്ടത്തിലാണ് ഈ ഒരു വില്ലുവണ്ടി സമരമൊക്കെ വരുന്നത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഈ ഒരു സമരമൊക്കെ വരുന്നത്. അയ്യങ്കാളി എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുള്ള ഒരു നമ്മുടെ സാമൂഹിക നവോത്ഥാന നേതാവാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. ഇനി ഈഴവ മെമ്മോറിയലിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം ഈഴവ മെമ്മോറിയലൊക്കെ വരുന്നത് 1900 കാലഘട്ടത്തിലാണ്. കേഴ്സൺ പ്രഭുവിനൊക്കെയാണ് അത് സമർപ്പിക്കുന്നത്. അതിനു മുമ്പ് ഏകദേശം 86 കാലഘട്ടത്തിലൊക്കെ എന്ത് വരുന്നുണ്ട്, ഈ പറഞ്ഞ ഫസ്റ്റ് ഈഴവ മെമ്മോറിയലും അതും വരുന്നുണ്ട്. ദെൻ പാലിയം സത്യാഗ്രഹം നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട് അടുത്തിട്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് പാരലായിട്ട് 47 കാലഘട്ടത്തിൽ 47-48 പാലിയം സത്യാഗ്രഹം വരുന്നത്. ദെൻ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് 24-25 കാലഘട്ടത്തിലാണ്. ഒക്കെ നമുക്ക് ജനറലി അറിയാവുന്ന കൺസെപ്റ്റുകളാണ്. അപ്പോൾ ഈ ചോദ്യം കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടെമ്പിൾ ഫോർ ദി ശാസ്താവ്. ഈ ചോദ്യം സിമിലർ ആയിട്ടുള്ള ചോദ്യം ഫേസ് 1 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ശരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ശബരിമല ശാസ്താവൊക്കെ നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ശാസ്ത്ര കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഫേസ് 1 ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊട്ടിയൂർ ക്ഷേത്രം വരുന്നുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ശിവക്ഷേത്രമാണ്. അപ്പോൾ ഇത് ഫേസ് 1 വന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പറയുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് 1 നന്നായിട്ട് നോക്കിപ്പോയ ആൾക്കാരുണ്ടെങ്കിൽ ഫേസ് 3 അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് സൈബർ സ്റ്റോക്കിംഗ് റെഫേഴ്സ് ടു സ്റ്റോക്കിംഗ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക. അതായത് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുക, അത് നമ്മൾ ചില കാര്യം പറയില്ല, നമ്മുടെ ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ചില കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഡയലോഗ് നിങ്ങൾക്ക് പറയാം. സച്ചിന് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം എന്നൊരു ഡയലോഗ്. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് എന്ത്, സ്റ്റോക്കിംഗ് എന്താണെന്ന് അറിയാം, അതിൽ പൈസ ഇട്ടിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് സ്റ്റോക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. പക്ഷേ സച്ചിൻ പറയുന്നത് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പറയുന്നുണ്ട് അല്ല എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരാളുടെ പിന്നാലെ നടന്ന് അയാളെ ത്രെട്ടൻ ചെയ്യുക, അയാളെ കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, സെൻഡിങ് ത്രെട്ടണിങ് ഓർ ഹരാസിങ് മെസ്സേജസ് ത്രൂ ഇൻ്റർനെറ്റ്, കണ്ടിന്യൂസ്ലി അയാളെ ഫോളോ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. സോ സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് എ ആണ്. എഗെയിൻ നോക്കുക, ഏറ്റവും വലിയ ഓപ്ഷൻ ഏതാണോ അതാണ് ഇവിടെയും ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ ഓപ്ഷൻ ഏതാണോ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ആൻസേഴ്സ് നോക്കിയപ്പം ഏറ്റവും വലിയ ഓപ്ഷൻസ് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഇത് എക്സാമിനേഷൻ ഹോളിൽ അല്ലെങ്കിൽ ആ ഒരു ടെൻഷനിൽ നമുക്കിതൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. പുറത്തിറങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ജനറൽ ഒബ്സർവേഷനാണ്.
ദെൻ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഒന്ന്, ദ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഫേസ് 1 കണ്ടിട്ടുണ്ടായിരുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുക. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് ആയിട്ട് ഹാർഡ്വെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. ഡയറക്റ്റ് ആയിട്ട് ഹാർഡ്വെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പറയുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ഒറ്റയടിക്ക് എലിമിനേഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ എലിമിനേഷൻ യൂസ് ചെയ്യുക, ദെൻ നോർമൽ ക്വസ്റ്റ്യൻസിലേക്ക് ഓഡ് വൺ യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്ത ആൾക്കാർക്ക് വളരെ നല്ല സ്കോർ ഈ ഒരു പേപ്പറിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് എഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മെയിൽ മെർജ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പിവറ്റ് ടേബിൾ വരുന്നുണ്ട്, റിപ്പോർട്ട് ജനറേഷൻ വരുന്നുണ്ട്, സ്ലൈഡ് മാസ്റ്റർ വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ലൈഡ് മാസ്റ്ററൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്ലൈഡ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാം പ്രസൻറ്റേഷനാണ് നമ്മൾ സ്ലൈഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ജനറലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാലാമത്തത് ഓക്കെ, സ്ലൈഡ് മാസ്റ്റർ അല്ലെങ്കിൽ സ്ലൈഡ് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ സാധാരണ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് അതെന്താണ്? ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അത് മാത്രം കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ്? ആൻസർ കിട്ടി. ഓക്കെ, എലിമിനേഷൻ മതി. സ്ലൈഡുകൾ പ്രസൻറ്റേഷൻ ആണ് എന്നുള്ളത് സാധാരണ നമ്മൾ ജനറലി എല്ലാവരും കേൾക്കുന്ന ഒരു സാധനമാണ് സ്ലൈഡ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് മാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. 27 എന്ന് പറയുന്നതും അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമല്ല. ദെൻ 28ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് മെമ്മറി റിക്വയർ പീരിയോഡിക് റിഫ്രഷിംഗ് ടു റീറ്റെയിൻ ഡാറ്റ. പീരിയോഡിക് റിഫ്രഷിംഗ് എന്തിനാണ് വേണ്ടത്? DRDMനാണ് വേണ്ടത്. ഡൈനാമിക് റാം ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പീരിയോഡിക് ആയിട്ടുള്ള റിഫ്രഷിംഗ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദെൻ 29ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അത് അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ HTML ഇസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. HTML പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഡെഫിനറ്റ്ലി നമുക്കൊരു ബ്രൗസർ ഉണ്ടെങ്കിൽ HTML നമുക്ക് നോക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ബ്രൗസർ ഉണ്ടായാൽ മതി. സോ അസേർഷനും റീസണും കറക്റ്റ് ആണ്. ഓപ്ഷൻ വരുന്നത് A ആണ്. ഓക്കെ, സോ A ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ സയൻസ് എഡ്യൂക്കേഷൻ അണ്ടർ ദി സയൻസ് ടെക്നോളജി. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇഫ് ഐ എം കറക്റ്റ് ഫേസ് 1 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫേസ് 1 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരിക്കലും ഈ പറയുന്ന സയൻസ് എഡ്യൂക്കേഷൻ ഇസ് റെസ്ട്രിക്റ്റഡ് ഓൺലി ടു ഹയർ എഡ്യൂക്കേഷൻ. ഇവിടെ നിങ്ങൾ നോക്കുക, ഓൺലി എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എലിമിനേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്. അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 പോയാലും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള എലിമിനേഷൻ ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിമിനേഷൻ മെത്തേഡുകൾ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓൺലി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം വാക്കാണ്. അത് വരുന്നുണ്ടെങ്കിൽ ജനറലി തെറ്റായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ സയൻസ് ടെക്നോളജി ഈ പോളിസി എന്ന് പറയുന്ന സമയത്ത് എല്ലാ ഫീൽഡിലും ഒരേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു പോളിസിയാണ്, ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. ഓൾറെഡി ഫേസ് 1 ഇതിനെക്കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ അടുത്തതിലേക്ക് പോവാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഇസ്രോ. ഇസ്രോയുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് വരുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇസ്രോയുടെ റോളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുക. തൊട്ടുമുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? എലിമിനേഷൻ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടെന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇൻസാറ്റ്. ഓക്കെ, ഇൻസാറ്റ് സാറ്റലൈറ്റ്സ് ആർ യൂസ്ഡ് ഓൺലി ഫോർ മിലിറ്ററി സർവൈലൻസ് എന്നാണ് പറയുന്നത്. ഓൺലി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്താണ്? ഒരു എക്സ്ട്രീം വാക്കാണ്. ഇൻസാറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപർപ്പസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ മെട്രോളജിക്കൽ, ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻസാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലി ഫോർ മിലിറ്ററി സർവൈലൻസ് തെറ്റാണ്. 3 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം ആൻസറിലേക്ക് എത്തി. അപ്പോൾ എലിമിനേഷൻ ടെക്നിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അടുത്തത് 32. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കിതൊന്നും മൈൻഡിലേക്ക് വരില്ല കേട്ടോ. നല്ല പ്രഷറിലായിരിക്കും. ചില ചോദ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പഠിച്ചില്ലല്ലോ എന്നുള്ളതായിരിക്കും ആദ്യം മൈൻഡിലേക്ക് വരിക. അപ്പോൾ തന്നെ പകുതി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, പുറത്തിരിക്കുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന എക്സാമുകളിലെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ഇത്തരത്തിലുള്ള ചില ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, ചില ട്രിക്കുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അറിവ് കൊണ്ട് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്തതുകൊണ്ട് മാത്രം എത്തില്ല. അറിവിനേക്കാളും അണ്ടർസ്റ്റാൻഡിങ് വേണം, ധാരണ വേണം, അവബോധം വേണം. അപ്പോഴേ ഇത്തരത്തിലുള്ള ഒരു പേപ്പറിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞു മാത്രം. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ഇന്ത്യാസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ്. ഇതും നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ എക്കണോമിക്സ് പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒന്നല്ല. ഇന്ത്യാസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല.
ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഏറ്റവും വലിയ ഓപ്ഷൻ ഏതാണോ അതാണ് നിങ്ങളുടെ ആൻസർ. ഗ്യാപ്പ് ബിറ്റ്വീൻ റിക്വയർഡ് ആൻഡ് അവൈലബിൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ഏറ്റവും വലിയ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നു. ഓക്കെ, ഏറ്റവും വലിയ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നു. അത് ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല? ഏറ്റവും വലിയ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി നമ്മളൊരു പേപ്പർ കിട്ടുന്ന സമയത്ത് അതിൻ്റെ എല്ലാ സൈഡും നമ്മൾ അനലൈസ് ചെയ്യും. അങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, എല്ലാത്തിലും അങ്ങനെ കറക്റ്റായിട്ട് വരുന്നതല്ല ഞാൻ പറഞ്ഞത്, ബട്ട് ഓൾമോസ്റ്റ് എല്ലാത്തിലും വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കുന്ന സമയത്ത് അത് തെറ്റായിട്ടും വരുന്നുണ്ട്. ഓക്കെ, so which of the following was not included in India's climate action announced in the COP26 in Glasgow? ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജസ്റ്റ് പോളിസീസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് കൊടുത്തത്. അപ്പോൾ അതിൽ തെറ്റായിട്ട് വരുന്നത് എ ആണ്. ഓക്കെ, റീജിയൻ കാർബൺ ന്യൂട്രാലിറ്റി ബൈ 2050. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് നേഷനാണ്. ആ ഡെവലപ്പിംഗ് നേഷന് ഈ പറയുന്ന കാർബൺ ന്യൂട്രാലിറ്റി ഒന്നും അത്ര പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ സീറോ എമിഷൻ പോളിസി ഒക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ സീറോ എമിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സീറോ എമിഷൻ പോളിസിയിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിന് കുറച്ച് ടൈം എടുക്കും. പെട്ടെന്ന് നമുക്ക് ഈ ഒരു കാർബൺ ന്യൂട്രാലിറ്റിയിലേക്കോ അതിലേക്കൊന്നും അത്ര പെട്ടെന്ന് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇത് സത്യം പറഞ്ഞാൽ 5ാമത്തെ പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർബൺ റിഡക്ഷൻ്റെ എഫിഷ്യൻസി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറയ്ക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ 2050 എന്ന് പറയുമ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോങ് ആയിട്ടാണ് എടുത്തത്. 2070 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാം, ഒരു കാർബൺ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ഒരു സീറോ എമിഷനിലേക്ക് നമ്മൾ എത്താം എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. സോ 50 അല്ല 70 ആണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് വേണേൽ നമുക്കത് ചെയ്യാം, അല്ലാത്ത കേസിൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി 34 കേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും DRDOയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ ഒന്നാമത്തത്, DRDO വാസ് ഫോംഡ് ബൈ മെർജിങ് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ ആർമി. ആ ഒരു ക്വസ്റ്റ്യൻ ശരിയാവാൻ സാധ്യതയുണ്ട്, കാരണം ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ ശരിയാണെന്ന് എടുക്കുകയാണ്. ഓക്കെ, ശരിയാണ് കേട്ടോ, അതല്ല ഞാൻ ജനറലി പറയാണ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അടുത്തത്, ദ ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ വാസ് വൺ ഓഫ് ദി എൻറ്റിറ്റീസ് മെർജ്ഡ് ഇൻ ടു DRDO. അതും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്, സാധ്യതയുണ്ട്. DRDO ഫംഗ്ഷൻ ഓൺലി ഇൻ ദി ഫീൽഡ് ഓഫ് മിസൈൽ ഡെവലപ്മെൻറ്റ്. അല്ല, നമ്മുടെ ഡിഫൻസിന് മിസൈൽ ഡെവലപ്മെൻറ്റ് മാത്രം പോരാ. നിങ്ങൾ ജനറലി കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഒരു മിസൈൽ മാത്രമാണ് നമ്മുടെ ഡിഫൻസിന് വേണ്ടത്. നമുക്കതിന് AK-47 ആവശ്യമായിട്ട് വരുന്നുണ്ട്, റഡാർ സിസ്റ്റംസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ അന്തർവാഹിനികൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ബുള്ളറ്റ് പ്രൂഫുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഡിഫൻസിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഓൺലി എക്സ്ട്രീം വേർഡ് വരുന്നുണ്ട്. ജനറലായിട്ട് ആലോചിച്ച് കഴിഞ്ഞാലും 3ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 3 ഓപ്ഷൻ തെറ്റാണ്, ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്തി. എലിമിനേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലേക്കാണെങ്കിൽ എലിമിനേഷൻ നന്നായിട്ട് വർക്കാവുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല മാർക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സാറിന് നമ്മൾ പറയുന്നത് നമുക്ക് ചില ട്രിക്കുകൾ, ചില കാര്യങ്ങൾ, ചില ഒബ്സർവേഷൻ, പേപ്പർ അനാലിസിസ് ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്കത് കുറച്ചുകൂടെ അടുത്ത എക്സാമുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ 35 മുതൽ ബാക്കി ക്വസ്റ്റ്യൻസ് മാത്സ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യാണ്. മാത്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, സോ അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഭാഗം എന്ന് പറയുന്നത് സോ 35 മുതൽ 55 വരെയുള്ള ആ ഒരു ഭാഗം മാത്സ് ആയതുകൊണ്ട് ഞാനതൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ഇരുന്ന് സോൾവ് ചെയ്ത് നോക്കാം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ കേസിലേക്ക്. ഓക്കെ, നമ്മൾ ആദ്യം GK ക്വസ്റ്റ്യൻസിൽ നമ്മളൊരു ഒബ്സർവേഷനിലേക്ക് എത്താണ്. ദെൻ 55ലേക്ക് വരുന്ന സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഡച്ച് പവർ. എഗെയിൻ 3ാമത്തെ ഫേസിലും ഇതേ ചോദ്യം മാർത്താണ്ഡവർമ്മ ഡച്ച് റിപ്പീറ്റ് ആയിട്ട് വന്നു. ഓക്കെ, മാർത്താണ്ഡവർമ്മ ഡച്ച് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെയും ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഓക്കെ, അതായത് 1, 3 ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ റച്ച് റെൻഡേഡ് അസിസ്റ്റൻസ് ടു സ്ട്രെങ്തൻ ഫോർട്ടിഫിക്കേഷൻ ഓഫ് ദി ട്രാവൻകൂർ ലൈൻസ് ഡ്യൂറിങ് ദി ടൈം ഓഫ് ദി മാർത്താണ്ഡവർമ്മ. ഓക്കെ, അപ്പോൾ അവിടെ ഡച്ചുകാരല്ല കൊടുത്തത്. ഡച്ചുകാർ എപ്പോഴും മാർത്താണ്ഡവർമ്മയ്ക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു, മറിച്ച് ഡച്ചുകാരിൽ നിന്ന് പിടിച്ചെടുത്ത ഡെലനോയി ആണ് കൊടുത്തത്. അപ്പോൾ കൺസെപ്ച്വൽ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരായിരുന്നു. ഓക്കെ, മറിച്ച് ഈ പറയുന്ന ഡെലനോയി എന്ന് പറയുന്ന ഡച്ചുകാരുടെ സൈനിക മേധാവി മാർത്താണ്ഡവർമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സോ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. 1 and 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം മാവേലിക്കര ഉടമ്പടിയൊക്കെ വരുന്നുണ്ട്. ഡച്ചുകാരുമായിട്ട് പിന്നീട് നമ്മൾ മാർത്താണ്ഡവർമ്മ യുദ്ധം ചെയ്യുന്നുണ്ട്. മാവേലിക്കര ഉടമ്പടിയിലേക്കൊക്കെ അത് നയിക്കുന്നുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ തെറ്റായിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കുകയാണെങ്കിൽ
ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹൂ പ്ലേഡ് എ ലീഡിംഗ് റോൾ ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ. ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, അതുപോലെ തന്നെ വേലുക്കുട്ടി അരയൻ വരുന്നുണ്ട്. ഓക്കെ, വേലുക്കുട്ടി അരയൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കാര്യം വരുന്നത്. ഓക്കെ, അതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബവ് ആണ്. ദെൻ 57ലേക്ക് വരുന്ന സമയത്ത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ്. നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് എലിമിനേഷനിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യനിലും എലിമിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഏത് മാത്രം നോക്കിയാൽ മതി? എഗെയിൻ മൂന്നാമത്തത് നോക്കിയാൽ മതി. നിങ്ങൾ ആ പാറ്റേൺ കാണുന്നുണ്ടോ? നമ്മൾ നോക്കിയ സമയത്തൊക്കെ മൂന്നാമത്തതാണ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വരുന്നത്. ഇവിടെയും നോക്കുക, AK ഗോപാലൻ വാസ് ദി വളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ദി വൈക്കം സത്യാഗ്രഹ. ഓക്കെ, വൈക്കം സത്യാഗ്രഹയുടേത് ആയിരുന്നു. ഓക്കെ, നോട്ട് വൈക്കം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെതായിരുന്നു. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്തോ, 3 എലിമിനേറ്റ് ചെയ്തോ, എഗെയിൻ ആൻസർ വരുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ പെട്ടെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ എക്സാമിനേഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതൊക്കെ നോക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇനി മിഡീവൽ ഹിസ്റ്ററിയിൽ നിന്ന് ജസ്റ്റ് ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിഡീവൽ ഹിസ്റ്ററി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അക്ബറിൻ്റെ കേസ് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തു നിന്ന് ചോദ്യം വരും. എഗെയിൻ 3 ഫേസിൽ നോക്കുകയാണെങ്കിലും അക്ബറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, റിലേറ്റ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജാ തോഡർമാളുടെ ബന്ദോബസ്ത് സിസ്റ്റം, അത് സബദിയാണ് വരുന്നത്. ഇത് നമ്മുടെ മിഡീവൽ ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, രാജാ തോഡർമാളുടെ കേസ് എന്ന് പറയുന്നത്. അടുത്തത്, ഹൂ ലെഡ് ദ മിഷൻ ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു മുഗൾ എംപറർ ഫറൂഖ് സിയാർ. നിങ്ങൾക്കറിയാം, ഫറൂഖ് സിയാറിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റോയൽ ഫെർമൻ കിട്ടുന്നുണ്ട്. അതാണ് പിന്നീട് ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് ഇന്ത്യയിൽ ഒരു കോളനി സ്ഥാപിക്കുന്നതിനൊക്കെ കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ജോൺ സർമൻ ആണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. അടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അപ്പോൾ കുറച്ച് 2 ഫേസുകൾക്ക് ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ചോദ്യം വന്നിരിക്കുകയാണ്. 1919 ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വരുന്നത്. ഓക്കെ, സോ ഇവിടേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത് ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, ക്ലിയർലി ഡിഫൈൻഡ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ക്ലിയർലി ഡിഫൈൻഡ് ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്. ഓക്കെ, പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ കൊണ്ടുവരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഈ മോണ്ടേഗു ചെംസ്ഫോർഡ് റീഫോമിലൂടെ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അതിനുശേഷം 1935 ഒക്കെ ആകുന്ന സമയത്ത് പ്രൊവിൻഷ്യൽ എന്ത് വരുന്നുണ്ട്? ലെജിസ്ലേറ്റീവ് ഇലക്ഷന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഗവൺമെൻറ്റുകളൊക്കെ രൂപീകൃതമാകുന്നുണ്ട്, മന്ത്രിസഭകളൊക്കെ രൂപീകൃതമാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് D ആണ്. അടുത്തത് മദ്രാസ് ലേബർ യൂണിയൻ വരുന്നുണ്ട് 61. അതിന് ആൻസർ എന്ന് പറയുന്നത് BP വാദിയാണ്. ഓക്കെ, ഞാൻ W എന്ന് ഫസ്റ്റ് പറഞ്ഞു പോയതാണ്. അപ്പോൾ വാദിയാണ് വരുന്നത്. BP വാദിയാണ് ഇതിൻ്റെ ഒരു ആൻസറായിട്ട് വരുന്നത്. ദെൻ അടുത്തത്, വാട്ട് പൊളിറ്റിക്കൽ പാർട്ടി വാസ് കോ ഫൗണ്ടഡ് ബൈ തോമസ് ജെഫേഴ്സൺ. ഓക്കെ, തോമസ് ജെഫേഴ്സൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ്? ഇവിടെ നിങ്ങൾ നോക്കുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഏറ്റവും വലിയ ഓപ്ഷൻ തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻസ് ആണ്. ഓക്കെ, തോമസ് ജെഫേഴ്സൺ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, തോമസ് ജെഫേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഏർലി ടൈംസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1790 കാലഘട്ടത്തിലൊക്കെയാണ് എന്ത് വരുന്നത്? തോമസ് ജെഫേഴ്സണൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ D ആണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, ഹൂ റോട്ട് ദ ഇൻഫ്ലുവൻഷ്യൽ പാംലെറ്റ് വാട്ട് ഈസ് തേർഡ് എസ്റ്റേറ്റ് എന്താണെന്നുള്ള ഒരു പാംഫ്ലെറ്റ് എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അബേ CS ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് 64 വരുന്നുണ്ട്. ഫ്രഞ്ച് സൊസൈറ്റി ഇൻ 18th century വാസ് ഡിവൈഡഡ് ഇൻ ടു 3 എസ്റ്റേറ്റ്. എഗെയിൻ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം. ആൻഡ് ഓൺലി മെമ്പർ ഓഫ് ദി ഡാഷ് എസ്റ്റേറ്റ് പെയ്ഡ് ടാക്സ് അടയ്ക്കുന്നത് ഏതാണ്? ഇത് സാധാരണ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. തേർഡ് എസ്റ്റേറ്റ് ആയിരുന്നു ടാക്സ് അടയ്ക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് ആയിരുന്നു ഈ പറയുന്ന റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട, അവർക്കായിരുന്നു ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റും കിട്ടുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അടുത്തത് 65. ഈ ചോദ്യം നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പുണ്ടായിരുന്ന നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ജോഗ്രഫിയിൽ നമ്മൾ 1-2 ഭാഗം മാത്രം നോക്കിയത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു. നിങ്ങൾ ഗൾഫ് സ്ട്രീം പഠിക്കണം, കാരണം എൽനിനോക്ക് കഴിഞ്ഞ ഫേസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഷ്യൻ കറണ്ട് ഇവിടെ വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ച് വിട്ടൊരു ഭാഗമാണ് ഈ പറയുന്ന ഗൾഫ് സ്ട്രീം. അത് പിന്നീട് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആയിട്ടൊക്കെ മാറുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ആണ്. ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. സോ അവിടെ അറ്റ്ലാന്റിക് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓൾമോസ്റ്റ് എല്ലാവരും ശരിയാക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് മാപ്പ് ഇസ് ഡ്രോൺ ടു ദ സ്മോളസ്റ്റ് സ്കെയിൽ. ഏറ്റവും ചെറിയ സ്കെയിലിലേക്ക് നമ്മൾ വരയ്ക്കുന്നത് ഏതാണെന്നുള്ളതാണ്. അത് സാധാരണയായിട്ട് അറ്റ്ലസ് ആണ്. ഓക്കെ, സ്മോളസ്റ്റ് സ്കെയിലിലേക്ക് വരുന്നത്. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കഡസ്റ്റൽ മാപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ലാർജ് സ്കെയിലിൽ കുറച്ചുകൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്.
ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഡി ആണ്, അറ്റ്ലസ് ആണ് വരേണ്ടത്. ദെൻ അടുത്തത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദി പെനിൻസുലാർ റിവർ. പെനിൻസുലാർ റിവർ ആയിട്ട് വരുന്നത് വളരെ ഈസിയാണ്. ഓക്കെ, ഹിമാലയൻ റിവേഴ്സ്, പെനിൻസുലാർ റിവേഴ്സ്, അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗംഗ, അതായത് ഈ പറയുന്ന ഗംഗ, അതുപോലെ തന്നെ ഇൻഡസ്, ബ്രഹ്മപുത്ര, ഇതിൻ്റെ കൈവഴികൾ അത് ഹിമാലയൻ റിവേഴ്സ് ആണ്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗംഗ, അതുപോലെ തന്നെ കാളി, ഗണ്ഡകി, കോശി, ഓക്കെ, ഇതൊക്കെ ഹിമാലയൻ റിവേഴ്സ് ആണ്. വരാത്തത് ഗോദാവരി മാത്രമാണ്. ഓക്കെ, സോ ഇതിന് സമാനമായിട്ടുള്ളൊരു ചോദ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫേസ് 1 എക്സാമിനേഷനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സിമിലർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. then അടുത്ത ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അതായത് വളരെ ഈസി ആയിട്ട് നമ്മുടെ SCRT ബേസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ പറയുന്ന റിന്യൂവബിൾ എനർജി, ഓക്കെ, നോട്ട് എ ഫോം ഓഫ് റിന്യൂവബിൾ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോളാർ എനർജി, ടൈഡൽ എനർജി, ഈ പറയുന്ന ഹൈഡൽ പവറിൻ്റെ കേസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിന്യൂവബിൾ എനർജി ആയിട്ട്. ദെൻ അറ്റോമിക് പവർ എന്ന് പറയുന്നതാണ് ഒരു നോൺ റിന്യൂവബിൾ എനർജി, കാരണം അത് നമുക്ക് അങ്ങനെ കിട്ടാത്തൊരു സാധനമാണ്. യുറേനിയം, പ്ലൂട്ടോണിയം ഒക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, വീണ്ടും കിട്ടാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഇനി എസ്പെഷ്യലി ഈ പറയുന്ന ഹൈഡൽ പവറിൻ്റെ കേസിൽ തന്നെ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവേഴ്സിനെയാണ് സാധാരണ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നത്, റിന്യൂവബിൾ എനർജി കാറ്റഗറിയിലേക്ക് കുറച്ചുകൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അതിന് നമ്മൾ പൂർണ്ണമായിട്ടും, അതായത് ഇഫ് ഐ എം കറക്റ്റ് 25 മെഗാവാട്ടിന് താഴെ വരുന്ന സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ റിന്യൂവബിൾ എനർജിയുടെ കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് ദ ലാർജസ്റ്റ് ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, ലാർജസ്റ്റ് ബയോസ്ഫിയർ റിസർവ്, ഇവിടെ നിങ്ങൾ നോക്കുക വലിയ ഓപ്ഷൻ ഏതാണോ അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ ഗ്രേറ്റ് റാൺ ഓഫ് കച്ച് ആണ്. ഓക്കെ, ദ ഗ്രേറ്റ് റാൺ ഓഫ് കച്ച്. എഗെയിൻ ഞാൻ പറയുന്നു, എല്ലാത്തിലും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനെ ഒരു പാറ്റേൺ അവിടെ വരുന്നുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അവിടെ നിങ്ങൾ നോക്കുക, അതിൻ്റെ ആൻസർ അതാണ് വരുന്നത്. ഇനി അടുത്തത് ആൻ ഇൻക്രീസ് ഇൻ GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ്. GDP നമ്മൾ സാധാരണ കോൺസ്റ്റൻറ്റ് പ്രൈസിലും അതുപോലെ തന്നെ കറണ്ട് പ്രൈസിലും മെഷർ ചെയ്യാറുണ്ട്. കോൺസ്റ്റൻറ്റ് പ്രൈസ് ആണെങ്കിൽ ഇൻഫ്ലേഷൻ ഇല്ല, അത് റിയൽ GDP ആണ് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു പോയതാണ്. സോ റൈസ് ഇൻ ദി റിയൽ GDP, ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിനടുത്തത് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ബോണഫൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ബോണഫൈഡ്, മാലഫൈഡ് വരുന്നുണ്ട്. അതായത് മാലഫൈഡ് എന്ന് പറയുന്ന സമയത്ത് മലീഷ്യസ് അല്ലെങ്കിൽ തെറ്റായ ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്നുള്ളതാണ്. ബോണഫൈഡ് എന്ന് പറയുന്ന സമയത്ത് ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ നല്ല ധാരണയോട് കൂടിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിനടുത്തത് ലേസറിൻ്റെ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. ലേസർ, റഡാർ, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ലേസറിൻ്റെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ, ഇതാണ് ലേസർ എന്ന് പറയുന്നത്. സോ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ഓക്കെ, സോ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇനി ഇംഗ്ലീഷാണ് ആൻസർ ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ GK ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് GK ഭാഗത്തു നിന്നുള്ള ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കോൺട്രവേഴ്ഷ്യലാണ്, അതൊക്കെ ക്യാൻസൽ ആയിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ചില ജനറൽ ആയിട്ടുള്ള ചില ഒബ്സർവേഷനൊക്കെ ഈ ഭാഗത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. ദെൻ എഗെയിൻ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരെ ജസ്റ്റ് നിങ്ങൾ ആ പോളിലൊന്ന് പങ്കെടുക്കുക. അതിൽ നിങ്ങൾ പോൾ ചെയ്യുന്ന നിങ്ങളുടെ മാർക്ക് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നതിന്, കാരണം ഈ മാർക്കിൻ്റെ ധാരണ കിട്ടിക്കഴിഞ്ഞാലാണ് ചില കുട്ടികൾക്കൊക്കെ മെയിൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കായി കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഏകദേശം ഒരു ധാരണ ഉണ്ടായി. ഇപ്പോഴും ഞാൻ പറയുകയാണ്, മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്, എക്സാക്ട്ലി ഇത്ര കിട്ടിയവർക്ക് നിങ്ങൾക്ക് മെയിൻസ് പഠിക്കും, നിങ്ങൾ ക്ലിയർ ആവും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമ്മളാരും അല്ല PSC എന്ന് പറയുന്നത്. ഒരിക്കലും ഞാൻ PSCയുടെ ചെയർമാൻ അല്ലെങ്കിൽ PSCയുമായിട്ട് ബന്ധം അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ മുൻകഴിഞ്ഞ ടോട്ടലായിട്ടുള്ള കുട്ടികളുടെ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ മുൻകഴിഞ്ഞ കട്ട് ഓഫുകൾ, ഇതിൻ്റെയൊക്കെ ബേസിൽ ഒരു ഏകദേശം ഇത്രയുള്ള ആൾക്കാർ സേഫാണ്. അതായത് സാധാരണ ഞാൻ പറയുന്നതിനും താഴെയായിട്ടായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്, അതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കൂട്ടി പറയുന്നതല്ല, പക്ഷെ നമ്മൾ പറയണമല്ലോ, നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോളൂ എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു 35 അല്ലെങ്കിൽ 30 മാർക്കുള്ളവരോട് ധൈര്യമായിട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കുറച്ച് പറഞ്ഞു എന്ന് പറയും. ഓക്കെ, പക്ഷെ നമുക്ക് അപ്പം നമ്മളൊന്ന് കൂട്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 40-42 കിട്ടിയവർ നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറയുന്ന സമയത്ത് അവർ ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ കുറച്ചുകൂടെ ഉറപ്പ് പറയാൻ പറ്റും. ബാക്കിയുള്ളവർ മോസ്റ്റ് പ്രോബ്ലി ഒരു ബോർഡർ ലൈനിൽ വരാനാണ് സാധ്യത. ബട്ട് തേർഡ് ഫേസ് ചിലപ്പം ഒരു ജനറൽ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ മനസ്സിലാക്കിയുള്ള UPSC പെർസ്പെക്റ്റീവ് ഒക്കെ ഉള്ള ഒരാൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്ക് കൂടാൻ സാധ്യതയുണ്ട്. കാരണം 2 പാറ്റേണുകൾ കൃത്യമായിട്ട് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജനറൽ ക്വസ്റ്റ്യൻസിനാണെങ്കിൽ ലോങ്ങസ്റ്റ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത്, ദെൻ എലിമിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഓൺലി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻസ് പൊതുവേ തെറ്റായിട്ട് വരുന്നതും ആൻസർ 1 and 2 വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എലിമിനേഷൻ കുറച്ചുകൂടെ അവിടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന പേപ്പറുകൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരാനാണ് സാധ്യത എന്ന് പറയുന്നത്. എനിവേ നിങ്ങളുടെ പോളുകളും മാർക്കിൻ്റെ ആ ഒരു ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റ അനാലിസിസിൻ്റെ ബേസിൽ എങ്ങനെയാണ് ട്രെൻഡ് എന്നുള്ളത് നാളെയോ മറ്റന്നാളോ ആയിട്ട് കൃത്യമായിട്ട് അത് പറഞ്ഞു തരാം. ഓക്കെ, അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ എന്തായാലും ടെൻഷൻ ആവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് നോക്കാം എന്താണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഒട്ടും ടെൻഷൻ ആവേണ്ട, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞോ കൂടിയോ ഇതൊക്കെ ഒരു എക്സാമിനേഷനിൽ സാധാരണ സംഭവിക്കുന്നതാണ്. അതിനെക്കുറിച്ചിട്ട് ഡീമോട്ടിവേറ്റഡ് ആവരുത്. ഇന്നത്തെ ഒരു ദിവസം മാക്സിമം കാമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ടെൻഷനിലൂടെ കടന്നു പോയവരാണ്.
ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, അവർ ഓൾറെഡി എക്സാം കഴിഞ്ഞു മെയിൻസിന് പഠിക്കുന്നു എന്നുള്ളൊരു ടെൻഷൻ ഒരു ഭാഗത്ത്, പെൻഷൻ പ്രായം ഉയർത്തുന്നു എന്നതിനെ സംബന്ധിച്ചിട്ട് ഈ എക്സാമിനേഷന് തൊട്ട് മുമ്പുള്ള 3-4 ദിവസം അതിൻ്റെ ടെൻഷൻ അനുഭവിച്ചവരാണ്. ഓക്കെ, പിന്നെ അതല്ലാതെ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ നല്ല മഴയൊക്കെ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എത്തിയത് പോലും ഒരുപാട് ടെൻസ്ഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ കഴിഞ്ഞ് ഇന്ന് നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ആവാനുള്ള ഒരു ദിവസമാണ്. ഇന്ന് നിങ്ങൾ റിലാക്സ് ആവുക. നാളെ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാം, ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. ഇന്നത്തെ നിങ്ങളുടെ ദിവസമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ താങ്ക് യു എവരിവൺ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും വിജയങ്ങൾ നേരുന്നു.